ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചർച്ചാ വിഷയം. അതായത് നമ്മളുടെ ഇന്ത്യയുടെ എക്സ്പോർട്ടിൽ വളരെ അധികം വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് US ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ. നമ്മുടെ എക്സ്പോർട്ടിൻ്റെ ഏറ്റവും നല്ലൊരു ശതമാനവും US പോകുന്നത്. അതിനുശേഷം UAE, പിന്നെ ചൈന, ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കാണ് നമ്മളുടെ പിന്നീടുള്ള. ഇപ്പം UAE, ചൈന, US കഴിഞ്ഞാൽ പിന്നെ UAEയിലേക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ എക്സ്പോർട്ടിൻ്റെ പെർസെൻറ്റേജ് കൂടുതൽ. ചൈനയിലെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ചൈന ട്രേഡ്, ചൈനയിൽ നിന്ന് ഇങ്ങോട്ടുള്ള അവരുടെ കയറ്റുമതി വളരെ കൂടുതലാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങോട്ടുള്ള കയറ്റുമതി വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗാർമെൻസിൻ്റെ കയറ്റുമതിയിലൊക്കെ തന്നെ വളരെ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. US ഇപ്പോഴും നമ്മളുടെ ഏറ്റവും വലിയൊരു എക്സ്പോർട്ട് മാർക്കറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ ടാരിഫ് പ്രഖ്യാപനത്തോട് അനുബന്ധിച്ച്, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ത്യ തീർച്ചയായിട്ടും ആ ഒരു വലിയ അവസരം നഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് തന്നെ അമേരിക്കയുമായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെടാനും അല്ലെങ്കിൽ സംഭാഷണങ്ങളിലും ചർച്ചകളിലൊക്കെ ഏർപ്പെടാൻ തയ്യാറായത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ഇന്ത്യയുടെ മാത്രമല്ല, ചൈനയുടെയും വലിയൊരു മാർക്കറ്റ് തന്നെയാണ് അമേരിക്ക എന്ന് പറഞ്ഞു. എല്ലാ രാജ്യങ്ങളിലെയും, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്ക തന്നെയാണ്. എക്സ്പോർട്ട് മാർക്കറ്റ് അമേരിക്ക തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ, ഇന്ത്യയുടെ കാര്യം പരിഗണിക്കുമ്പോൾ, ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് മാർക്കറ്റ് അമേരിക്കയാണ്. ഇപ്പം റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൻ്റെ കയറ്റുമതിയിലും ഏറ്റവും വലിയൊരു ബയർ എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്. 34.11%, 11% ആണ് US നമ്മളുടെ ഗാർമെൻറ്റ്സ് എക്സ്പോർട്ടിൻ്റെ ഷെയർ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സിൻ്റെ എക്സ്പോർട്ടിലൊക്കെ തന്നെ ഇന്ത്യ 25-26 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ ക്വാർട്ടർ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഏപ്രിൽ ജൂൺ പാദത്തിൽ അല്ലെങ്കിൽ ക്വാർട്ടറിൽ ഇലക്ട്രോണിക്സിൻ്റെ കയറ്റുമതി, അതായത് മൊബൈൽ ഫോൺ ഇതുപോലുള്ള ഐറ്റംസിൻ്റെ ഒക്കെ കയറ്റുമതി 47% വർദ്ധിക്കുകയും അത് ഏകദേശം $12.4 ബില്യൺ ഉയർന്നിട്ടുണ്ടെന്നാണ് ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്ട്രിയുടെ, വാണിജ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ട്രംപിൻ്റെ ടാരിഫ് വാരും അല്ലെങ്കിൽ ഈ നികുതി വ്യാപാര യുദ്ധങ്ങൾ, ചൈനയ്ക്കെതിരെ ഒക്കെ തന്നെയുള്ള യുദ്ധങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണകരമാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അല്ലെങ്കിൽ ലക്ഷണം കൂടാണ് നമുക്ക്. ഇതിനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലെ കാര്യമായിട്ടുള്ള വളർച്ചയും മാറ്റങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. US, ചൈന, UAE ഈ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഭൂരിഭാഗവും പോകുന്നത്. ഇപ്പോൾ 60.17% US അത് കഴിഞ്ഞ് 8.09% UAEയിലേക്ക്. അപ്പോൾ 68, ഏകദേശം 69%, ചൈന 3%, അപ്പോൾ തന്നെ 72-73%. അങ്ങനെ 3 രാജ്യങ്ങളിലെ എക്സ്പോർട്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഏകദേശം 73%, 75% അടുത്ത് വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള 25% മറ്റ് രാജ്യങ്ങളിലേക്കാണ്. ഇപ്പം നെതർലാൻഡ്സിലേക്ക് 2.68%, ജർമ്മനിയിലേക്ക് 2.09% എന്നിങ്ങനെയാണ് നമ്മളുടെ കയറ്റുമതി വർദ്ധിച്ചത്. ഇന്ത്യൻ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയുടെ വളർച്ചയുടെ തെളിവായിട്ടും ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. മൊത്തം കയറ്റുമതിയുടെ 60.17% US ഇന്ത്യൻ ഇലക്ട്രോണിക്സിൻ്റെയാണ് കാര്യം പറയുന്നത്. ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിലാണ്. അതിൽ 60.17% US ബാക്കി UAE, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ. അപ്പോൾ ചൈനയ്ക്ക് ഒരു ഓൾട്ടർനേറ്റീവായിട്ടൊരു മാനുഫാക്ചറിങ് ഹബ്ബ് ആകുക, ഒരു നിർമ്മാണ ഹബ്ബായി വളരാനുള്ള ഇന്ത്യയുടെ ഡ്രീം, സ്വപ്നം. അപ്പോൾ ഇതിന് ഒരു ആവേശം പകരുന്ന, അല്ലെങ്കിൽ നമുക്കതിനെ തീർച്ചയായിട്ടും ആ ഒരു ഡയറക്ഷനിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയില്ല, കാരണം അത് ഉറപ്പാണത്. കാരണം ചൈനയുമായിട്ട് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യണമെങ്കിൽ തന്നെ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ഇയേഴ്സ്. കാരണം ഇന്ത്യയിലെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ചൈനയ്ക്കൊപ്പം ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എന്നാലും മാറ്റങ്ങൾ രാജ്യത്തുണ്ടാകുന്നുണ്ട്. ആ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു
വർദ്ധിച്ചു വരുന്ന എക്സ്പോർട്ടുകൾ, അതുപോലെ ചില സെക്ടേഴ്സിലുള്ള എക്സ്പോർട്ടുകൾ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽസ് ഇതുപോലുള്ള മേഖലകളിലൊക്കെ എക്സ്പോർട്ടുകളൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ആ മാറ്റങ്ങളുടെ കൂടെ ഒരു കാരണമായിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഗ്ലോബൽ കോർപ്പറേഷൻസ്, ഇപ്പം നമ്മൾ ആപ്പിളിൻ്റെ, സാംസങ്ങിൻ്റെ ഒക്കെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ആഗോള കമ്പനികൾ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് പ്ലാന്റ് അല്ലെങ്കിൽ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തുടങ്ങാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് അവർക്ക് ബിസിനസ് അമേരിക്കയിലേക്ക് ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ചുങ്കത്തിൻ്റെ അല്ലെങ്കിൽ ടാരിഫിൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കൂടുതൽ കമ്പനികൾ വരുംതോറും, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്തോറും രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അത് അനുകൂലമാവുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, തുടർന്ന് കൊണ്ടുപോവുക, ഒരു 10-15 വർഷം മിനിമം എങ്കിലും നമുക്ക് ഈ ഒരു ട്രാജക്ടറി ഇല്ല, ഈ വളർച്ചയുടെ ഒരു ഗ്രാഫ് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിച്ചാൽ മാത്രമേ, അല്ല 1-2 വർഷം ഈ വളർച്ച കൈവച്ചിട്ട് ബാക്കി പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ അത് സാധ്യമല്ല. ചൈനയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, അവരുടെ ലിബറലൈസേഷൻ ഒക്കെ തുടങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് 2000 മുതൽ അവർക്ക് ഒരു ആവറേജ് ഗ്രോത്ത് 10-ന് മേളിൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഒരു ദശാബ്ദ കാലത്തിന് മുകളിൽ. അപ്പം അങ്ങനെയാണ് ചൈനയ്ക്ക് ഈ വലിയ ഈ മാസീവായിട്ടുള്ള ഗ്രോത്തും അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുപോലെ ഇന്ത്യക്കും ഇപ്പം ഇന്ന് ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക വളർച്ചയുള്ള രാജ്യം ഇന്ത്യയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ് ഈ 6.1, 6.2, 6.5 ഒന്നും നമുക്ക് സഫീഷ്യൻ്റ് അല്ല. നമുക്കൊരു 7.5-8% മിനിമം മുതൽ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ട് അതിന് നമുക്ക് 10 വർഷം 15 വർഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു ആവറേജ് ഗ്രോത്ത് റേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഇപ്പോഴത്തെ ഈ പരിതാപകരമായിട്ടുള്ള അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമ്മൾ ലോകത്തെ ഈ അമേരിക്ക കഴിഞ്ഞാൽ ചൈന കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ജർമ്മനിയാണുള്ളത്. ജർമ്മനി ഏതാണ്ട് 5 പോയിന്റ് സംതിങ് ട്രില്യൺ ഡോളേഴ്സിൻ്റെയാണ്. അപ്പം നമ്മളിനിയും ജർമ്മനിയെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയാൽ തന്നെ പിന്നെ നമുക്ക് ചൈനയായിട്ടുള്ള അന്തരം ഭയങ്കരമാണ്. അപ്പം അതിനെ നമ്മൾ മറികടക്കുക അല്ലെങ്കിൽ അവരുടെ ഒപ്പം എത്തുക, പകുതി എത്തുക എന്നുള്ളത് തന്നെ നമുക്ക് അല്പം ഒരു ഹാർഡായിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യുക, തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളൊരു അവസ്ഥയിൽ കൂടെ മാത്രമേ നമുക്ക് ഈ ഒരു മാറ്റത്തിന് നമുക്ക് തുടക്കം കുറിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തിലേക്ക് നമുക്ക് ചെന്നെത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ചൈനയ്ക്ക് ബദലായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ, കാരണം ഇത്രയും വലുപ്പവും ഹ്യൂമൻ റിസോഴ്സും ഉള്ള ഒരു രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളിലെ ഗ്ലോബൽ കോർപ്പറേഷൻസ് പ്രിഫർ ചെയ്യണമെങ്കിൽ ചൈന ഉണ്ടാക്കിയെടുത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സമസ്ത മേഖലയിലും ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസ് അവർക്കുണ്ടായാൽ മാത്രമേ തീർച്ചയായിട്ടും കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ബിസിനസ്സുകൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയും അവരുടെ വ്യവസായങ്ങൾ ആരംഭിക്കുകയും ചെയ്യത്തുള്ളൂ. ചീപ്പ് ലേബർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, സപ്ലൈ ചെയിൻ, ഇൻഫ്രാസ്ട്രക്ചർ, നിയമങ്ങൾ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇതൊക്കെ തന്നെ, ലേബർ ലോസ്, ഇതൊക്കെ തന്നെ പിന്നെ ഈ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്ക് അനുകൂലമായാൽ മാത്രമേ അവർ തീർച്ചയായിട്ടും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ല ചീപ്പ് ലേബർ എന്നുള്ളൊരു ഫാക്ടർ കൊണ്ട് മാത്രം അവർ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ ഗാർമെൻറ്റ് സെക്ടറിലും ഈ ഒരു ഉണർവ് നമുക്ക് കാണാവുന്നതാണ്. ഇന്ത്യയുടെ ഗാർമെൻറ്റ് സെക്ടറിൻ്റെ കയറ്റുമതിയിലും US തന്നെയാണ് ഏറ്റവും നമ്പർ 1 ബയർ. 34.11% ആണ് US ഷെയർ. അത് കഴിഞ്ഞ് UK 8.81, UAE 7.85, ജർമ്മനി 5.51, സ്പെയിൻ 5.29 എന്നിങ്ങനെയാണ് ഈ പറഞ്ഞ കമ്പനികളുടെയൊക്കെ ഷെയറുകൾ എന്ന് പറഞ്ഞാൽ. അതായത് US ടോപ്പ് ബയറാണ്. നമ്മളുടെ എക്സ്പോർട്ടിൻ്റെ ടോപ്പ് ബയർ US തന്നെയാണ്. ആ US ഷെയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് UK ആണ് 8. ഇത് ഗാർമെൻറ്റ്സിൻ്റെ കാര്യമാണ്. 8.81, പിന്നെ UAE 7.85,
യു എ നമ്മുടെ ഏറ്റവും വലിയൊരു എക്സ്പോർട്ട് മാർക്കറ്റാണ് യു എ എന്ന് പറഞ്ഞത്. ജർമ്മനി 5.51, പിന്നെ സ്പെയിന് 5.29, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമ്മളുടെ ഗാർമെന്റ് സെക്ടറിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സെക്ടറിൻ്റെയും ഗാർമെന്റ് സെക്ടറിൻ്റെയും ഒക്കെ തന്നെ എക്സ്പോർട്ട് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ നമുക്ക് നല്ലൊരു മാർക്കറ്റാണ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ, സോളാർ പ്രോഡക്ട്സ്, സോളാർ സെല്ല്, സോളാർ പാനൽസിൻ്റെ ഒക്കെ നല്ലൊരു മാർക്കറ്റാണ് US എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സമുദ്രോൽപ്പന്ന കയറ്റുമതി, അതായത് നമ്മുടെ സീ ഫുഡ്, മറൈൻ പ്രോഡക്ട്സിൻ്റെ. ഇപ്പോൾ ഏപ്രിൽ ജൂൺ ക്വാർട്ടറിൽ കയറ്റുമതി $4.19 ബില്യൺ ഉയർന്നിട്ടുണ്ട്. മുൻ വർഷം, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 ഇത് $3.85 ബില്യൺ. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ $4.19 ബില്യൺ. ബംഗ്ലാദേശിൽ നമുക്കറിയാം, ഭരണമാറ്റം വന്നതിന് ശേഷവും അമേരിക്കയുടെ ടാരിഫ് പ്രഖ്യാപനത്തിന് ശേഷവും അവിടുത്തെ ഗാർമെൻറ് ഇൻഡസ്ട്രി, കാരണം അവരുടെ എക്കോണമിയുടെ നെടുത്തൂണായിട്ടുള്ള, ഇല്ലേ, ബാക്ക് ബോണായിട്ടുള്ള ഗാർമെൻറ് ഇൻഡസ്ട്രി വൻ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയും അത് ഇന്ത്യക്ക് ഗുണകരമാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധാക്കയിലേക്ക് അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് പോയിട്ടുള്ള യൂറോപ്യൻ, അമേരിക്കൻ ഓർഡറുകളൊക്കെ തന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അപ്പം വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ കൂടുതൽ നിക്ഷേപം ഗാർമെൻറ് മേഖലയ്ക്ക് ലഭിക്കുമെന്നും ഉള്ളൊരു അനാലിസിസ് വിലയിരുത്തലുണ്ട്. കാരണം ബംഗ്ലാദേശിൽ ഈ ടാരിഫിനേക്കാളും ഉപരിയായിട്ട് അവിടുത്തെ പുതിയ ഭരണ സംവിധാനങ്ങളുടെ ആ ഒരു വരവോടുകൂടി, അതായത് മുഹമ്മദ് യൂനസിൻ്റെ ഷെയ്ഖ് ഹസീനെ അവിടുന്ന് നാടുകടത്തി മുഹമ്മദ് യൂനസ് അധികാരത്തിൽ വരികയും അതിനുശേഷമുള്ള അവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെയൊക്കെ ഫലമായിട്ട് അവിടുത്തെ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൊക്കെ വല്ലാതെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് കൂടുതൽ ഗുണകരമായ ഒരു അവസ്ഥ വിശേഷം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ ഗാർമെൻറ് എക്സ്പോർട്ടും കൂടുന്നുണ്ട്. ഇനിയും വരുന്ന മാസങ്ങളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ ഈ മേഖലയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെഡിമെയ്ഡ് ഗാർമെൻറ് സെക്ടർ കഴിഞ്ഞ സാമ്പത്തിക വർഷം 10.03% വളർച്ച നേടിയിരുന്നു. അപ്പോൾ അത് $14.53 ബില്യൺ ആയിരുന്നു നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റ്. ഈ പ്രാവശ്യം അത് $15.99 ബില്യൺ വളർച്ച. ഇതാണ് ഗാർമെൻറ് സെക്ടറിൻ്റെ പിക്ചർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ കാര്യത്തിലും US ഏത് നമ്മുടെ പ്രോഡക്ട്സ് വന്നു കഴിഞ്ഞാലും കർശനമായിട്ടുള്ള പരിശോധന അവിടെ ഉണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അവിടെ മാർക്കറ്റ് ആക്സസ് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഇപ്പോൾ ട്രംപ് പറയുന്നുണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ കമ്പനികൾക്കും ഉൽപ്പന്നങ്ങൾക്കൊക്കെ എൻട്രി കിട്ടാൻ അല്ലെങ്കിൽ എൻട്രി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ തന്നെയും അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ ഇതുപോലുള്ള മാർക്കറ്റിലേക്ക് നമ്മളെപ്പോലുള്ള രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ചെന്നെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ കർശനമായിട്ടുള്ള പരിശോധന ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും ഉണ്ട്. അത് ഗാർമെൻറ് കാര്യമായാലും ശരി, സമുദ്രോൽപ്പന്നമായാലും ശരി, ഇലക്ട്രോണിക്സ് ആയാലും ശരി, ഏത് കാര്യത്തിലായാലും ശരി. അപ്പോൾ US ഈ പറഞ്ഞ കർശനമായിട്ടുള്ള പരിശോധന നിലനിൽക്കുമ്പോൾ തന്നെ കയറ്റുമതി ജൂൺ പാദത്തിൽ, അതായത് ഏപ്രിൽ ജൂൺ പാദത്തിൽ 19.45% വളർച്ച നേടിയിട്ടുണ്ട്. $1.95 ബില്യൺ നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുള്ള കയറ്റുമതിയിൽ കൂടെ ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ, ഏപ്രിൽ ടു ജൂൺ ക്വാർട്ടറിൽ $1.95 ബില്യൺ, ഏകദേശം $2 അടുത്ത് സമുദ്രോൽപ്പന്നം നമുക്ക് കയറ്റുമതി ചെയ്യാൻ US മാത്രം കഴിഞ്ഞിട്ടുള്ളതാണ്. സമുദ്രോൽപ്പന്നത്തിൻ്റെ കാര്യത്തിലും പ്രധാന വിപണി US തന്നെയാണ്. മൊത്തം കയറ്റുമതിയുടെ 37.63% വരും. ഈ പറഞ്ഞ സമുദ്രോൽപ്പന്നത്തിൻ്റെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ 37.63% അമേരിക്കയിലേക്കാണ്. ബാക്കി ചൈന, പിന്നെ 17.26%. ചൈന നമ്മളിൽ നിന്ന് മറൈൻ പ്രോഡക്ട്സ് ഇഷ്ടം പോലെ വാങ്ങിക്കുന്നുണ്ട്. വിയറ്റ്നാമിലേക്കുണ്ട് 6.63%, ജപ്പാനിലേക്കുണ്ട് 4.47%, ബെൽജിയമുണ്ട് 3.57%. അപ്പം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ നമ്മളിൽ നിന്ന് സമുദ്രോൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അതിലേറ്റവും മുൻപിൽ നിൽക്കുന്ന US ആണ്. മറ്റെല്ലാ ഉൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ എന്ന പോലെ തന്നെ US ആണ് നമ്മളുടെ ഏറ്റവും ടോപ്പ് ബയർ. സമുദ്രോൽപ്പന്നം, ഗാർമെൻറ്റ്സ്, ഇലക്ട്രോണിക്സ്, സോളാർ, ഫാർമസ്യൂട്ടിക്കൽ, ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും US ആണ് നമ്മുടെ നമ്പർ 1 മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് നമ്മുടെ ഒന്നാം പാദത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ, ഏപ്രിൽ ടു ജൂൺ എന്ന് പറയുന്ന സാമ്പത്തിക വർഷത്തിൻ്റെ ഒന്നാം ക്വാർട്ടറിലെ നമ്മുടെ എക്സ്പോർട്ടിൻ്റെ കയറ്റുമതിയുടെ വളർച്ച
തികച്ചും നമുക്കൊരു എൻകറേജിങ് ആണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നതാണ്. അപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ വളർച്ച ഉണ്ടാക്കുവാൻ ഈ ഒരു പിന്നെ വളർച്ചാ നിരക്കിനെ നമുക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു സമ്പദ് വ്യവസ്ഥയിൽ നല്ലൊരു വളർച്ചയ്ക്ക് അത് കാരണമാകും. അത് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു, നമുക്കിത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ മാത്രമേ നമുക്കിത് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഇപ്പം നമ്മൾ നേരത്തെ പറയുന്ന പോലെ നമുക്ക് അവസരങ്ങൾ, ഗ്ലോബൽ എക്കോണമിയുടെ അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്താം എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എന്നാലും മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ, നമ്മുടെ വ്യാവസായിക വാണിജ്യ രംഗത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അവർ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഈ നമ്മുടെ സാമ്പത്തിക പ്രോസും കോൺസും ഒക്കെ ഉണ്ടല്ലോ, അനുകൂലവും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ തന്നെ ഉണ്ട്. എന്നാലും നമ്മൾ ഓൾ ടുഗദർ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ രാജ്യത്തിൻ്റെ ഈ നേരത്തെ ഇല്ലായിരുന്ന അവസ്ഥയിൽ നിന്നും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് ഈ ഒരു ഗ്രോത്തിൻ്റെ പാറ്റേൺ നമുക്ക് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ വളർച്ച വളരെ വേഗം നമുക്ക് വർദ്ധിക്കുവാൻ സാധിക്കും, വളർച്ച കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതോടൊപ്പം ഇനിയും അടുത്ത ക്വാർട്ടറിലും നമുക്കിതുപോലെ നമ്മുടെ എക്സ്പോർട്ടിനെ കൂടുതൽ എന്താണ് പറയുന്നത് എൻകറേജ് ചെയ്യാനും പരിപോഷിപ്പിക്കുവാനും സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു നേട്ടമായിരിക്കും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പുതിയ ഉണർവ് നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് നമുക്ക് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.